എൻ്റെ ഇഷ്ടപ്രിയരായ സഹോദരി സഹോദരന്മാരെ, അറിവിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചു തീരാത്ത ഞാൻ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നിന്നുകൊണ്ട് ഒന്ന് രണ്ട് കുഞ്ഞു വീഡിയോകൾ ചെയ്തിരുന്നത് നിങ്ങളേവരും കണ്ടതായിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞു. നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കുകളും കമൻറ്റുകളും കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് ആകെ സന്തോഷമായി. ചുട്ടുകൊള്ളുന്ന വേനൽ ചൂടിൽ അമൃതമഞ്ഞായി പെയ്തിറങ്ങിയ തേന്മഴയായിട്ടാണ് ഞാൻ അതിനെ നോക്കി കാണുന്നത്. തുടർന്നും നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണവും പ്രതികരണവും പ്രാർത്ഥനയും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഒരു ചെറിയ കഥ പറയുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ഒരു കഥ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവ് എനിക്ക് ഇല്ല എന്ന് എനിക്ക് തന്നെ അറിയാം. എങ്കിലും അതൊരു കുറവായിട്ട് കണക്കാക്കാതെ ഇത് ആദ്യാവസാനം വരെ കേൾക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി ഉണ്ട്. നാം എല്ലാം ഭക്ഷണം കഴിച്ച് ഭാര്യയും മക്കളുമായി സ്വന്തം വീട്ടിൽ അന്തി ഉറങ്ങുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം. നമ്മുടെ മാതൃരാജ്യത്തെ ശത്രുക്കൾ ആക്രമിക്കാതിരിക്കാൻ വേണ്ടി നിറതോക്കുമായി നമ്മുടെ അതിർത്തിയിൽ കാത്തു നിൽക്കുന്ന ഒരു ദേശാഭിമാനിയായ ഒരു പട്ടാളക്കാരൻ്റെ കഥയാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരു ചെറുപ്പക്കാരനായ പട്ടാളക്കാരൻ ലീവിന് വീട്ടിൽ വന്നപ്പോൾ പ്രായമായ അപ്പനും അമ്മയും പറഞ്ഞു, മോനെ, നീ ഒരു കല്യാണം കഴിക്കണം, നിനക്കൊരു കുടുംബജീവിതം വേണ്ടേ? അപ്പോൾ ആ ചെറുപ്പക്കാരനായ പട്ടാളക്കാരൻ പറഞ്ഞു, അമ്മേ, പട്ടാളക്കാരന് എവിടെ നിന്നാണ് പെണ്ണ് കിട്ടുന്നത്? ഞങ്ങളുടെ ജീവിതം വഴിയാധാരമാണ്, അതുകൊണ്ട് ഒരുവിധ ആൾക്കാർ ഞങ്ങൾക്ക് പെണ്ണ് തരില്ല. അപ്പോൾ അപ്പനും അമ്മയും പറഞ്ഞു, മോനെ, എല്ലാം ദൈവനിയോഗമാണ്, അതുകൊണ്ട് നീ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണം. അങ്ങനെ അപ്പൻ്റെയും അമ്മയുടെയും ആഗ്രഹപ്രകാരം അദ്ദേഹം ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു പെണ്ണിനെ പോയി കണ്ടു. അധികം ആർഭാടങ്ങളൊന്നുമില്ലാതെ ആ കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ ഡ്യൂട്ടി സ്ഥലത്തേക്ക് പോകേണ്ട സമയമായി. അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, എൻ്റെ മനസ്സും എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാകും, അതുകൊണ്ട് അപ്പനെയും അമ്മയും നീ കാര്യമായിട്ട് നോക്കണം, ഞാനില്ലാത്ത കുറവ് അറിയിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പട്ടാള ക്യാമ്പിലേക്ക് പോയി. പരസ്പരം അവർ കത്തുകൾ കൈമാറുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഭാര്യയുടെ ഒരു ലെറ്റർ കിട്ടി. അദ്ദേഹം അത് സന്തോഷത്തോടെ തുറന്നു വായിച്ചപ്പോൾ ഞാൻ ഒരു കുഞ്ഞിൻ്റെ അച്ഛനാകാൻ പോവുകയാണ് എന്നായിരുന്നു ആ കത്തിൻ്റെ ഉള്ളടക്കം. ഇദ്ദേഹത്തിന് സന്തോഷം ഇരട്ടിയായി. ഇപ്പോൾ തന്നെ എൻ്റെ ഭാര്യയെ ചെന്ന് കാണണം എന്ന് അദ്ദേഹത്തിന് തോന്നി. പട്ടാള നിയമം അനുസരിച്ച് കൂടെ ലീവ് കിട്ടില്ല. അദ്ദേഹം ഒരു ലീവിന് എഴുതി കൊടുത്തു. കുറച്ച് നാളത്തെ കാത്തിരിപ്പിന് ശേഷം അദ്ദേഹത്തിനൊരു ലീവ് കിട്ടി. അദ്ദേഹം വീട്ടിൽ വന്നപ്പോൾ തിരുവോണം പോലെയായിരുന്നു. ഭാര്യയെ സ്നേഹം കൊണ്ട് അവൻ വീർപ്പ് മുട്ടിച്ചു. അവർ ഭാര്യയുടെ അടിവയറ്റിൽ കൈ ഓടിച്ചുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞു, മോളെ, നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ആൺകുഞ്ഞാണ് കേട്ടോ. ഭാര്യ പറഞ്ഞു, പെൺകുഞ്ഞല്ല, ആൺകുഞ്ഞാണ്. ഭർത്താവ് പറഞ്ഞു പെൺകുഞ്ഞാണ്, ഭാര്യ പറഞ്ഞു ആൺകുഞ്ഞാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി തർക്കത്തിലായി. അപ്പോൾ അടുത്ത മുറിയിൽ കിടന്ന അപ്പനും അമ്മയും ഓടി വന്നിട്ട് പറഞ്ഞു, മക്കളെ, ആണായാലും പെണ്ണായാലും ദൈവം തരുന്നതാണ്, അത് നമ്മളതിനെ വളർത്തി വലുതാക്കുക എന്ന് പറഞ്ഞു. അന്ന് രാത്രി അവർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് അറിയണം.
അതിനുവേണ്ടി പിറ്റേ ദിവസം അതിപ്രഗത്ഭനായ ഒരു ജ്യോതിഷ പണ്ഡിതനെ ചെന്ന് കണ്ടു. അദ്ദേഹം അവർ പോയിരുന്നത് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ആണാണോ എന്നറിയാൻ വേണ്ടി മാത്രമായിരുന്നു. ഈ പണ്ഡിത ജ്യോത്സ്യ ഗുരു ആ കുഞ്ഞിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ജാതകം തന്നെ എഴുതി കൊടുത്തു. ആ ജാതകത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിങ്ങൾക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞ് ഒരു ആൺകുഞ്ഞായിരിക്കും. ഇവൻ സ്വന്തം രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തും. ഇവൻ സ്വന്തം പിതാവിനെ വാളാൽ വെട്ടി കൊല്ലും. സ്വന്തം മാതാവിനെ ഇദ്ദേഹം ഭാര്യയായിട്ട് സ്വീകരിക്കും. സ്വന്തം ഗുരുവിൽ നിന്നും നിന്ന ഏൽക്കേണ്ടി വരും. അവസാനം അവൻ ബുദ്ധിമാനം സംഭവിച്ച് ആത്മഹത്യ ചെയ്യും. ഇതായിരുന്നു ജ്യോത്സ്യൻ്റെ പ്രവചനം. ഇവർക്ക് തോന്നി നമുക്ക് ഇങ്ങോട്ട് വരണ്ടായിരുന്നു. വേലിയിലിരിക്കുന്ന പാമ്പിനെ എടുത്ത് വെച്ചതുപോലെയായി. ഭാര്യയ്ക്ക് ആകെ പ്രയാസമായി. ഭാര്യ അവിടെ മോഹാത്സപ്പെട്ട് വീണു. വേഗം ജ്യോത്സ്യൻ കുറേ വെള്ളം കൊണ്ടുവന്ന് കൊടുത്ത് സമാധാനിപ്പിച്ചു. ജ്യോത്സ്യമല്ലേ, അത് സംഭവിക്കണമെന്നല്ല എന്ന് പറഞ്ഞ് സാന്ത്വനിപ്പിച്ച് കൊണ്ട് അവിടെ നിന്നും പറഞ്ഞയച്ചു. അവരൊന്ന് വീട്ടിൽ വന്നു. അന്നവർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ നിരാശയോട് കൂടി കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് ലീവ് കഴിഞ്ഞ് വീണ്ടും ജോലി സ്ഥലത്തേക്ക് പോകേണ്ടി വന്നപ്പോൾ, മോളെ, നീ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. പ്രായാധിക്യമായിട്ട് അപ്പനും അമ്മയെ കൂടെയുള്ളത്. അതുകൊണ്ട് നിന്നെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു സ്ത്രീയെ ഞാൻ പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നീ റെസ്റ്റ് എടുക്കണം. അതുകൊണ്ട് നീ എല്ലാ കാര്യത്തിൽ വളരെ ശ്രദ്ധ ആകർഷിക്കണം. അതുകൊണ്ട് നീ ഒരു പണിയും ചെയ്യേണ്ട. എല്ലാ ആൾക്കാരെയും ഞാൻ പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം പട്ടാള ക്യാമ്പിലേക്ക് തിരിച്ചു പോയപ്പോൾ ഇവരുടെ ലെറ്ററുകൾ അങ്ങനെ പരസ്പരം കൈമാറിക്കൊണ്ടേയിരുന്നു. അങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അതിർത്തിയിൽ ശത്രുഭടന്മാർ നുഴഞ്ഞു കയറുന്നുണ്ടായിരുന്നു. അവരെ നിരീക്ഷിക്കാൻ പോയ സമയത്ത് ഈ ഭാര്യയ്ക്ക് കത്തെഴുതാനോ ഭാര്യ അയക്കുന്ന കത്തുകളൊന്നും വായിക്കാനോ സമയം കിട്ടിയില്ല. അങ്ങനെ മാസങ്ങൾ പലതും കഴിഞ്ഞു. ഒരു സുപ്രഭാതത്തിൽ ഇദ്ദേഹം റൂമിൽ വന്നു കഴിഞ്ഞപ്പോൾ സ്വന്തം ഭാര്യയുടെ എഴുത്ത് വന്ന് കിടക്കുന്നു. ചേട്ടാ, ഞാൻ പ്രസവിച്ചു. ജ്യോതിഷൻ്റെ വിധിപ്രകാരം ആൺകുഞ്ഞാണ്. എൻ്റെ ആഗ്രഹം സാധിച്ചു. ആൺകുഞ്ഞാണ്. ഞാനും മോനും ഇന്ന് സുഖമായിട്ട് കഴിയുന്നു. ഞാൻ ചേട്ടനെ കാണാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. ലീവ് കിട്ടുകയാണെങ്കിൽ എന്നെയും മോനെയും കാണാൻ എത്രയും പെട്ടെന്ന് വരുമോ എന്നായിരുന്നു കത്ത്. പട്ടാള മുറ അനുസരിച്ച് കൂടെ ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും അദ്ദേഹം ലീവിന് അപേക്ഷിച്ചു. ലീവ് കഴിഞ്ഞ് അപേക്ഷ കൊടുത്തു കഴിഞ്ഞ് ഇദ്ദേഹം ഇതിനൊരു 10-15 ദിവസത്തെ ലീവ് അനുവദിച്ച് കിട്ടി. അദ്ദേഹം വീട്ടിൽ വന്നു. വന്നതിന് ശേഷം ഈ കുഞ്ഞിനെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും നടക്ക് കിടത്തി വാത്സല്യിച്ചു. ആ വാത്സല്യിച്ച് കൊണ്ടിരിക്കുമ്പോൾ ഈ ജ്യോതിഷൻ പറഞ്ഞ ആ കാര്യം ഇവരുടെ മനസ്സിൽ ഓർമ്മയിൽ വന്നു. അവൻ്റെ ഓർമ്മയിൽ ഈ കുഞ്ഞ് വളർന്നു വലുതായിട്ടാണ് ഇവർക്ക് തോന്നിയത്. അപ്പോൾ അവർ തീരുമാനിച്ചു, ഇവൻ വളർന്നു വന്നു കഴിഞ്ഞാൽ ജ്യോത്സ്യൻ്റെ വിധിപ്രകാരം എല്ലാം സംഭവിക്കും. അതുകൊണ്ട് ഈ കുഞ്ഞിനെ നമ്മൾക്ക് ഈ രാജ്യത്ത് നിന്നും പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാം എന്ന് ഈ ഭാര്യയും ഭർത്താവും തീരുമാനിച്ചുറച്ചു. അങ്ങനെ ഇവർ ഈ കുഞ്ഞിനെ ഒരു തൊട്ടിയിലാക്കി ആ രാജ്യത്ത് നിന്നും അടുത്ത ഒരു രാജ്യത്ത് കൊണ്ടുപോയി ഒരു ഒഴിഞ്ഞ മൂലയിൽ കൊണ്ടുവന്നാക്കിയിട്ട് അവർ തിരിച്ചു പോരുമ്പോൾ ഈ കുഞ്ഞിൻ്റെ ദയനീയമായ കരച്ചിൽ ഇവർക്ക് കേൾക്കാമായിരുന്നു. അങ്ങനെ അവിടെ കൊച്ചിനെ കൊണ്ടുവന്ന് ആക്കിയിട്ട് അവർ തിരികെ പോന്നു. ഒരു സുപ്രഭാതത്തിൽ ആ നാട്ടിൽ നല്ലവനായ ഒരു സുഹൃത്ത്
ഈ കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോയി വളർത്തി നല്ല വിദ്യാഭ്യാസം ചെയ്യിച്ച് അവനെ വളർത്തി വലുതാക്കി. ഇന്ന് അവൻ ഉത്തരവാദിത്വമുള്ള ഒരു പട്ടാളക്കാരനായിട്ട് മാറി. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ അയൽരാജ്യവുമായിട്ട് ഒരു യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ യുദ്ധത്തിന് നേതൃത്വം നൽകി. ഇദ്ദേഹം ശത്രു സൈന്യങ്ങളെല്ലാം വാളാൽ വെട്ടിക്കൊന്നു. ഈ വാളാൽ വെട്ടിക്കൊന്നപ്പോൾ ആ ശത്രുരാജ്യത്തെ സ്വന്തം പിതാവും ഉണ്ടായിരുന്നു. അങ്ങനെ ജ്യോത്സ്യൻ്റെ പ്രവചനം ഫലിച്ചു. ശത്രുഭടനെ കൊന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിധവയായ ഭാര്യയെ അത് എത്ര പ്രായം ചെന്നാലും ഈ കൊന്നയാൾ വിവാഹം കഴിക്കണം എന്നൊരു നിയമം ആ രാജ്യത്തുണ്ടായിരുന്നു. അങ്ങനെ വിധവയായ ആ സ്ത്രീയെ ഇദ്ദേഹം കല്യാണം കഴിച്ചു. അത് ഇദ്ദേഹത്തിൻ്റെ അമ്മയായിരുന്നു എന്ന് പരസ്പരം അറിയില്ലായിരുന്നു. അങ്ങനെ ജ്യോത്സ്യൻ്റെ ഫലം അങ്ങനെയും ഫലിച്ചു. അങ്ങനെ അദ്ദേഹം മനം നൊന്ത് ഒരു ഗുരു ആചാര്യൻ്റെ അടുത്ത് ചെന്ന് ശിക്ഷപ്പെട്ടു. അങ്ങനെ അങ്ങനെ കഴിയുമ്പോൾ ഈ ഗുരുവിന് ഇഷ്ടപ്പെടാത്ത പ്രവൃത്തി ഇദ്ദേഹം ചെയ്തു. അങ്ങനെ ഗുരുവിൽ നിന്നും ഇദ്ദേഹത്തിന് ശാപം കിട്ടി. അങ്ങനെ ശാപം കിട്ടി മനം നൊന്ത് മന്ദബുദ്ധിയായി വഴിയിൽ കൂടി അലഞ്ഞു തിരിഞ്ഞു നടന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു. പ്രിയമുള്ളവരെ, ഞാൻ ഇത്രയും കഥ പറഞ്ഞപ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി കേട്ടിരുന്നു. ഞാൻ കഥയിലെ ആർക്കും ഒരു പേര് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ദൈവനിയോഗമാണ്. സംഭവിക്കേണ്ടതുപോലെ എല്ലാം സംഭവിച്ചു. അതുകൊണ്ട് ഈ ആത്മഹത്യ ചെയ്ത അദ്ദേഹത്തിന് നമുക്കൊരു പേരിടണം. നിങ്ങളുടെ അറിവിൽ ഇദ്ദേഹത്തിന് എന്ത് പേരാണ് കൊടുക്കേണ്ടത്? ഞാൻ ഈ പറയുന്ന കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇദ്ദേഹത്തിൻ്റെ പേര് കമൻ്റ് വഴി അയക്കാനും മറക്കരുത്. ഞാൻ വണ്ടർലയുടെ അടുത്തു നിന്നും പി ടി കുട്ടപ്പൻ പെരുന്തിക്കര.